കേന്ദ്ര സർക്കാരിൻ്റെ 10 ലക്ഷം രൂപ ഇതുവരെ ഒരാൾക്ക് പോലും നമ്മൾക്ക് വയനാട്ടിൽ ലഭ്യമായിട്ടില്ല. നൽകിയിരിക്കുന്ന തുക മുഴുവൻ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിന്റെ ഹെഡിൽ നിന്നാണ് നൽകിയിട്ടുള്ളത്. മന്ത്രി ഇവിടെ പറഞ്ഞത് 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നു എന്നുള്ളതാണ്. ആ സെൻട്രൽ ഗവൺമെന്റ് നൽകിയതായിരിക്കുന്ന തുക എന്തുകൊണ്ട് വിക്ടിംസിന് കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി മറുപടി പറയണം, പ്രതികരിക്കണം. രണ്ടാമത്തെ കാര്യം, മരിച്ചതായ മുഴുവൻ ആളുകൾക്കും 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റിന്റെയും 10 ലക്ഷം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന്റേതും ഉൾപ്പെടെ 20 ലക്ഷം രൂപ കിട്ടാൻ ആവശ്യമായിട്ടുള്ള അടിയന്തരമായ നടപടി വേണം. ആ നടപടി ഒരു കാരണവശാലും സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ടി അനീസ് അലി വയനാട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ, വന്യജീവി ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ. ഭൂപേന്ദ്ര യാദവ് അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ യോഗമുണ്ടായിരുന്നു. ഈ യോഗത്തിന് ശേഷം എന്ത് തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് കരുതുന്നത്? ഇന്നത്തെ മീറ്റിംഗിൽ ഒരു മൂർത്തമായൊരു പരിഹാര ഫോർമുല രൂപപ്പെട്ടിട്ടില്ല. ഇന്ന് അദ്ദേഹം ഇവിടുത്തെ ജനപ്രതിനിധികളുമായി സംസാരിച്ചു. അതുപോലെ തന്നെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ വന്യജീവികൾ, അക്രമകാരികളായ വന്യജീവികളെ നേരിടുന്നതിന് സംസ്ഥാനത്തിന് തന്നെ നടപടി സ്വീകരിക്കാവുന്നതാണ്. കേന്ദ്രത്തിന്റെ ഉത്തരവ് അതിനാവശ്യമില്ല എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സംസ്ഥാന വനംവകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞിരുന്നത് ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്ന പ്രതിഷേധം ഉയരുന്ന സന്ദർഭത്തിൽ, മുറവിളി ഉയരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയാറുള്ളത് ഇത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവിന് വേണ്ടി തങ്ങൾക്ക് മയക്കുവെടി വെക്കാൻ പോലും കേന്ദ്രത്തിന്റെ ഉത്തരവ് ലഭിക്കേണ്ടതുണ്ട്, അതിന് അമെൻമെന്റ് വരേണ്ടതുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് ഡിലേ ആകുന്നത്. ഇങ്ങനെ മയക്കുവെടി വെക്കാൻ, ഇപ്പോൾ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലാണെങ്കിലും അതിനു മുമ്പ് ഈ പ്രജേഷിനെ ആക്രമിച്ച കടുവയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നിരന്തരം മനുഷ്യർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുക, കൂട് വെച്ച് കാത്തിരിക്കുക എന്നതല്ല ഇതിന്റെ പരിഹാരം എന്നാവശ്യപ്പെടുമ്പോൾ ഇതിന് സ്ഥിരമായി ഇവിടെ കേൾക്കാറുള്ള ഒരു മറുപടി, ഇത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്, കേന്ദ്രത്തിന്റെ ഉത്തരവ് വരണമെന്നാണ്. അങ്ങനെ ഉത്തരവ് വരാൻ വേണ്ടി മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസം വരെ വൈകുന്ന കാഴ്ചകളും സ്ഥിരമാണ് ഇവിടെ. പക്ഷേ ഇപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് സംസ്ഥാനത്തിന് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഇനി വെടിവെച്ച് കൊല്ലുക തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ ഒന്ന് എന്നെ വിളിച്ചാൽ മാത്രം മതി എന്നാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹം വനമന്ത്രിയുടെ കൂടെ, കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ കൂടെ തന്നെ വാർത്താസമ്മേളനത്തിലിരിക്കെ മന്ത്രി പറയുന്നതിന് കുറെ കൂടി അഡീഷണൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഒരു ഫോൺ കോളോ ഒരു SMS ഇട്ടാൽ പോലും ഞാൻ അതിന് അനുമതി നൽകും, അങ്ങനെ ഉണ്ടാകാത്തതാണ് തടസ്സം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എന്താണ് ഇതിന്റെ വ്യക്തത വരുത്തേണ്ടത് ഇനി സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന ഡിലേ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണമാകാറുണ്ട്. ഇപ്പോൾ കേന്ദ്രം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്, കേന്ദ്രം നൽകുന്ന 10 ലക്ഷം രൂപ, കേന്ദ്രം ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ നഷ്ടപരിഹാരമായി ഈ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകാറുണ്ട്. ആ സംഖ്യ മാത്രമാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ സംഖ്യ വർദ്ധിപ്പിച്ച് നൽകാം എന്നതാണ്. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ ടി സിദ്ദീഖ് MLA, IC ബാലകൃഷ്ണൻ MLA, വയനാട് ജില്ലയിലെ 2 കോൺഗ്രസ് MLAമാരാണ്. അവരുടെ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത്, സംസ്ഥാനത്തോട് ഈ കാര്യങ്ങൾ തങ്ങൾ അന്വേഷിച്ചിരുന്നു. ആ സന്ദർഭത്തിലുള്ള മറുപടി എന്ന് പറയുന്നത്, കേന്ദ്രത്തിന്റെ ഫണ്ടല്ല ഈ നൽകിക്കൊണ്ടിരിക്കുന്നത്, സംസ്ഥാനത്തിന്റെ ഫണ്ടിൽ നിന്നാണ് ഈ 10 ലക്ഷം രൂപ കുടുംബങ്ങൾക്ക് നൽകുന്നത് എന്നാണ്. എങ്ങനെയെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന് ഈ ആവശ്യാർത്ഥം നൽകിയിട്ടുള്ള കേന്ദ്ര ഫണ്ട് എവിടെ പോയി എന്ന ഗുരുതരമായ ചോദ്യം കൂടി ഈ ജനപ്രതിനിധികൾ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വനം വകുപ്പിന്റെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർക്ക് 10 ലക്ഷം രൂപയാണ് കൈമാറിയിട്ടുള്ളത്. ഈ സംഖ്യ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണെങ്കിൽ, കേന്ദ്രത്തിന്റെ ഫണ്ടല്ല എങ്കിൽ, കേന്ദ്രം നൽകിയ 15.8 കോടി രൂപ അത് എവിടെ പോയി എന്ന ചോദ്യമാണ് ജനപ്രതിനിധികൾ ഉയർത്തുന്നത്. എന്തായാലും